നമസ്കാരം. രാധാകൃഷ്ണനാണേ. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അത് നമുക്കൊരു BJP ലെവലിൽ തന്നെ ആയിക്കോട്ടെ സംസാരം. എൻ്റെ മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ രാജ്യത്തിന് കിട്ടിയൊരു നദിയായിട്ടാണ് ഞാൻ പ്രധാനമന്ത്രിയെ കാണുന്നത്. ഇതുപോലൊരു പ്രധാനമന്ത്രിയെ ലോകത്ത് ഒരു രാജ്യക്കാർക്കും കിട്ടിക്കാണില്ല. ശ്രീരാമൻ്റെ അവതാരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എൻ്റെ വിശ്വാസമാണ്. അത്രയും നല്ലൊരു രാജ്യസ്നേഹിയും രാഷ്ട്രീയ സ്നേഹവും ജനങ്ങളുടെ സ്നേഹവും ജനങ്ങൾക്ക് കരുതലുമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് എന്ത് പറയാനാണ്? അദ്ദേഹത്തിനെ എത്ര പുകഴ്ത്തിയാലും നമുക്ക് പറ്റില്ല. അത്രത്തോളം അദ്ദേഹത്തിനെ പറയാൻ വാക്കുകളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കാര്യം. പിന്നെ നമുക്ക് ഈ ശിവൻ ബ്രഹ്മാവ് പുത്രൻ, ബ്രഹ്മാവ് ശിവൻ വിഷ്ണു എന്നല്ലേ പറയണത്. അതുപോലെയാണ് മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്. ഇവർ 3 പേരും ത്രിമൂർത്തികളാണ്. ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. വളരെ സത്യസന്ധമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലം കൊണ്ടേ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്ന് കിട്ടിയ ഒരു നദിയാണ് നമ്മുടെ ജയശങ്കർ, വിദേശ വകുപ്പ് മന്ത്രി. പിന്നെ നമ്മുടെ രാജ്യസഭ അജിത് ഡോവൽ, അതും നമ്മുടെ രാജ്യത്തിന് കിട്ടിയൊരു നദിയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് പറയാം, ഭഗവാൻ നേരിട്ട് ഭൂമിയിൽ ഇവരെയൊക്കെ അയച്ചതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര ഒരു സംഭവമാണ് അത്. നമ്മളെ ഒരിക്കൽ ഇന്ത്യൻ ആർമിക്ക് താക്കീത് നടത്തി. അന്ന് അന്നത്തെ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, നമുക്ക് ചർച്ച നടത്താം, നമ്മളെ ആർമിക്കാരെ ദേഹത്ത് ബുള്ളറ്റ് പായിച്ചിട്ട് നമ്മൾ ചർച്ച നടത്താം എന്നാണ് പറഞ്ഞത്. അവർ ചെയ്ത കാര്യങ്ങളൊന്നും ആ വാക്കുകളൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല. അതൊന്നും പറയാത്തത്. പിന്നെ അങ്ങനെ ഇന്ത്യൻ ആർമിക്ക് അവരെ കുറേ കൂടെ അവരെ നല്ല രീതിയിൽ ഈ രാജ്യത്തിൽ ബഹുമാനം വേണം അവർക്ക്. ഇന്ത്യൻ ആർമി കണ്ണടച്ചാൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം കാണില്ല. ഈ ഇന്ത്യൻ ആർമി എന്ന ഭാരതാംബയുടെ മക്കളാണ് ഇന്ത്യൻ ആർമി. നമ്മുടെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അദ്ദേഹം ആ നാടിനെ തന്നെ നല്ല ക്ലിയറാക്കി. അവിടെ നേരത്തെ ഗുണ്ടകളെ വിളയാറ്റായിരുന്നു. ഗുണ്ടകളെല്ലാം ഒതുക്കി. ആ രാജ്യം ഇന്ന്, ആ നാട് എന്ത് സന്തോഷമായിരിക്കുന്ന സ്ഥലം. BJP അധികാരത്തിൽ എല്ലാ സൈറ്റും. ബംഗാൾ കണ്ടില്ലേ, മമത കിടന്ന് പൊടിച്ച പൊടി. മമതയെ അടിച്ചോടിച്ച് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ BJP ഭരണം പിടിച്ച്. ഇപ്പോൾ അവിടെ എന്ത് നല്ല രീതിയിൽ ഭരണം നടത്തുന്നു. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കഴിവ് വളരെ നല്ല കഴിവാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ ഒക്കുന്നില്ല. നമ്മളെ തമിഴ്നാട് മുഖ്യമന്ത്രി, അദ്ദേഹം കൊള്ളാം. ആദ്യം ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം എൻ്റെ മനസ്സില്ലാതെ, സിനിമ നടന്നല്ലേ. അദ്ദേഹം ചെയ്ത ഒരു നല്ല കാര്യം എന്നറിയാം, ഈ ജയിലിൽ കിടക്കണവന്മാർക്ക് ഈ ഇറച്ചി കൊടുത്ത് നിർത്തി. അത് സ്കൂൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഏറ്റവും നല്ല കാര്യമാണ്. അത് ആ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നാളത്തെ തലമുറയാണ് ആ പിള്ളേർ. അവർ നല്ല ഭക്ഷണം കഴിച്ച് നന്നായി വരട്ടെ. ഇവന്മാർ ക്രിമിനലല്ലേ, ഇവന്മാർ കുത്തും കൊലപാതകമൊക്കെ ചെയ്തിട്ടല്ലേ ജയിലിൽ പോണത്. അവന്മാർക്ക് എന്തിനാണ് ഈ നല്ല ആഹാരങ്ങൾ കൊടുക്കണത്? അവന്മാർ മേലിൽ അവിടെ പോകാൻ. ഇപ്പോൾ ഒരുത്തൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവന് പിന്നെ വീണ്ടും പോകാനാണ് തോന്നുന്നത്. അവിടെ നല്ല ആഹാരം, നല്ല ചാപ്പാട്, അപ്പോൾ അവന് വീണ്ടും അവിടെ പോകാനാണ് തോന്നുന്നത്.
ഈ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു, ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് പറഞ്ഞു. അപ്പോൾ അത് കേരളത്തിൽ ഈ ജയിലിൽ ഭക്ഷണം കൊടുക്കുന്ന രീതി അദ്ദേഹം പറഞ്ഞു. ആ വീഡിയോ ഞാൻ കണ്ട്. ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് ആഹാരമെല്ലാം വരുന്ന ഉദ്യോഗസ്ഥൻ കഴിച്ചു നോക്കിയിട്ടാണ് യുവന്മാർ കൊടുക്കുന്നത്. യുവന്മാരെല്ലാം ക്രിമിനലുകൾ, വെറും ക്രിമിനലുകൾ. കൊലപാതകം, മോഷണം, പിടിച്ചുപറി, കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതൊക്കെ ചെയ്തിട്ട് പോണവന്മാരില്ലേ, ബലാത്സംഗം. ആ ഗോവിന്ദസ്വാമിയൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ട, എന്ത് സുന്ദരനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കൊല വിളിച്ചിരുന്നവന്മാർക്കൊക്കെ നല്ല ആഹാരം കൊടുത്താൽ പോലീസ് സ്റ്റേഷൻ്റെ ജയിലിനകത്ത് അങ്ങനെയൊന്നും പാടില്ല. അതൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ തമിഴ്നാട് പോലെ കേരളത്തിലാകണം. പിന്നെ അതിൽ തമിഴ്നാട്ടിൽ വേറെ ഒരു കാര്യം, നല്ല കാര്യമുണ്ട്. ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ രോഗി കിടന്ന് മരിച്ചാൽ പൈസ കൊടുക്കണ്ട. ആ സിസ്റ്റം കേരളത്തിൽ കൊള്ളയടിക്കാനവന്മാരാണ് ആശുപത്രിക്കാരന്മാർ. ഒരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ മതി, അവന്മാരെ പിടിച്ച് കൊള്ളയടിക്കും. അപ്പോൾ അത് ഒരു നല്ല കാര്യം അവിടെ ചെയ്തു. അതും കേരളത്തിൽ വരണം. അതുപോലെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം പോരാ, ഇവിടെ ഈ ജയിൽ പുള്ളിയൊക്കെ കുറേ കൂടെ നിയന്ത്രണം പറ്റണം. യുവന്മാർക്ക് തിന്ന് കൊഴുത്ത് അതിനകത്ത് തിരിച്ച് വരുമ്പോൾ ആരെ അടിക്കാൻ വെട്ടാൻ കുത്താന്ന് പറഞ്ഞാൽ യുവന്മാർ പറഞ്ഞത്, അതൊന്നും പാടില്ല. അതുകൊണ്ട് അവന്മാരെ റേഷൻ വെട്ടി കുറയ്ക്കണം. അപ്പോൾ ഈ യുവന്മാർക്ക് വേണ്ടി സംഘടനയിൽ കുറേ വരുമല്ലോ, അവിടെ ജയിലിൽ കിടക്കുന്ന ആഹാരമില്ല, ഭക്ഷണമില്ല. അതൊക്കെ യുവന്മാരെ ഈ പുള്ളിയെ വളർത്തുന്നവന്മാരാണ്. അപ്പോൾ കേരളവും ഇതുപോലെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റുള്ള സ്റ്റേറ്റ് പോലെ ഇവിടെയും ഈ കൊലപ്പുള്ളിയൊക്കെ ഒരിക്കൽ ജയിലിൽ പോകണം, പിന്നെ പോകണം തോന്നരുത്. ഇവിടെ എന്ന് പറയുമ്പോൾ കഞ്ചാവ് വാരി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അവൻ ജയിലിൽ പോകാനാണ് നിൽക്കുന്നത്. കാര്യം അത് നമ്മൾ നേരെ കണ്ടതാണ്. അപ്പോൾ അവനവിടെ ചെന്നാൽ 3 നേരം ആഹാരം കിട്ടും സൂക്ഷ്മമായിട്ട്. പിന്നെ ഇപ്പോൾ പൈസയും കൂടെ ഉണ്ട്. ഇതൊക്കെ ചെയ്യണത് വലിയൊരു ചെയ്യാൻ തോന്നേണ്ട നമുക്കൊരു അമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ അവസാനം കേരളത്തിൽ BJP ഭരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭരിച്ചാൽ മാത്രമേ കേരളത്തിൽ ഒരു സമാധാന അന്തരീക്ഷം കിട്ടുകയുള്ളൂ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാരൊക്കെ നീറ്റായിട്ട് ഇടപാട് നല്ല കാര്യങ്ങളായിട്ട് ഇപ്പോൾ വളരെ ഒരു കേസിന് പെയ്യാൽ അവർക്ക് പോലീസുകാർക്ക് ഉന്മേഷമുണ്ട്. പോലീസുകാർ ഒരു കേസ് എടുക്കുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ പിന്നെ അന്വേഷിക്കുന്നുണ്ട് കേസുകൾ. നേരത്തെ അങ്ങനെയൊന്നുമില്ല. നേരത്തെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ച് പറയണം, എങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെയായിരുന്നു നേരത്തെ. അതിൽ നിന്നൊക്കെ ഒരുപാട് പോലീസ് മാറി. അതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൊള്ളാം, നല്ല മന്ത്രിയാണ് അദ്ദേഹം, നല്ല കഴിവുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഈ ഇവന്മാർ കള്ളന്മാരെ, പിന്നെ ഈ ക്രിമിനൽ സംഘം വല്ലാതെ വളരുന്നുണ്ട്. എന്നാൽ ഈ ഇടയ്ക്ക് ഞാനൊരു സംഭവം വീഡിയോ കണ്ട് അത് എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. എൻ്റെ പിള്ളേരെ പ്രായമുള്ള ഒരു 2 പയ്യന്മാരെ വരണവനും പോകണവനും എടുത്തിട്ട് അടിക്കുകയാണ്. അവനെന്തെങ്കിലും തെറ്റ് ചെയ്താൽ വിളിച്ച് പറയേണ്ട പോലീസിൻ്റെ അടുത്താണ്. നമുക്ക് ഒരു പോലീസ് സംവിധാനമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ പോലീസിനെ വിളിച്ച് പറയുക, അതാണ് നല്ലത്. പോലീസ് വന്ന് ആ കാര്യങ്ങൾ ചെയ്തോളൂ. നമ്മൾ കൈകാര്യം ചെയ്യാം. നമ്മളെ അടിക്കാനും പിടിക്കാനുള്ള അധികാരം നമുക്കില്ല. വന്നവനും പോകണമെന്ന് ആ 2 കൊച്ചു പിള്ളേരെ എടുത്തിട്ട് ഇരിക്കുന്നത്, ആ പിള്ളേർ മിണ്ടാതെ നിൽക്കുന്നത്. അപ്പോൾ ഒരുത്തൻ മിണ്ടാതെ നിന്നാൽ അടിക്കാൻ നല്ല സുഖമാണ്. എന്നാൽ പോലീസിനെ വിളിക്കുമോ? ഇല്ല. അത് കഴിഞ്ഞൊരു വീഡിയോ കണ്ട് ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരാൾ ഓടിച്ചെന്ന് ഇടപെട്ട് അവൻ കത്തിരിയിട്ട് കുത്തിക്കയറ്റി വിടുന്നു. അപ്പോൾ അതും പോലീസിനെയാണ് വിളിക്കേണ്ടത്. നമ്മളങ്ങ് പോകരുത്. പോലീസിനെ വിളിക്കണം. ഇതൊക്കെ അതിനാണ് നിയമപാലകരുള്ളത്. അവരെ നമ്മളെ സർക്കാർ നിയമപാലകനെ നിർത്തിയിട്ടുള്ള അതിലേക്ക് വേണ്ടിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഓടി ഒരു പരാതി എഴുതി കൊടുക്കുക. ആ പരാതി എഴുതി കൊടുത്തതിന് ശേഷം പോലീസിനെ വിളിച്ച് പറയുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ പ്രതികരിക്കാനും നമ്മൾ ഗുണ്ടാക്ട് കാണിക്കാനും സാധാരണ പോലീസ് നമ്മൾ പോകാൻ പാടില്ല. അത് നിയമപാലകരുണ്ട്, അതിനാണല്ലോ നിയമം. അപ്പോൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ, നമുക്കെന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ വിശ്വസിക്കുക. കേരള പോലീസ് നല്ല കഴിവുള്ള പോലീസാണ്. നിങ്ങൾ ഈ ലോകത്ത് ഏറ്റവും നല്ല കഴിവുള്ള പോലീസ് കേരള പോലീസാണ്. നിങ്ങൾക്ക് അനുഭവങ്ങളുണ്ടെങ്കിലും അറിയാവുന്നത്. അവരെ കൈയും കാലമൊക്കെ കെട്ടിയിട്ടതുകൊണ്ടാണ് അവർ കുറച്ച് ദിവസം ഇങ്ങനെ അവരിരുന്നത്. നല്ല കഴിവുള്ള പോലീസാണ്. അത് എന്ത് കേസും നിമിഷങ്ങൾ കൊണ്ട് പിടിക്കുകയും ചെയ്യും, അത് തെളിയിക്കാനും പറ്റും. അവർ നല്ല ആക്റ്റീവായിട്ട് ഇപ്പോൾ കണ്ട എന്ത് ആക്റ്റീവായിട്ട് അവർ നിൽക്കുന്നത്. ഈ മയക്കുമരുന്ന് പിടിക്കാനൊക്കെ പോണ വണ്ടികളൊക്കെ കൃത്യമായിട്ട് പൈസ. നേരത്തെ അങ്ങനെ വല്ലതും ഉണ്ടോ? നേരത്തെ പിടിക്കാറില്ല. പിടിച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് പറയും, അങ്ങ് വിടും. അപ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ സ്വയം ഇടപെടാതെ അതിന് നിയമം അനുസരിച്ച് ഒരു പേപ്പർ ഇത് സ്റ്റേഷനിൽ കൊടുക്കുക, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എനിക്ക് പ്രധാനമന്ത്രിയുടെ കാര്യം പറയണമെന്നേ ഉള്ളായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞതേ ഉള്ളൂ.
ഇപ്പോൾ BJP അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് വരട്ടെ. അതിനുള്ള ഈശ്വരൻ സർവീശ്വരൻ അനുഗ്രഹിക്കട്ടെ. BJP മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ പ്രധാനമന്ത്രിയും ഇവിടെ വരുമല്ലോ, വരട്ടെ. അത് ഒരാഗ്രഹമാണ്. BJPയിലെ ഒരു മുഖ്യമന്ത്രിയെ നമ്മളെ കാലം കഴിയുമ്പോൾ വരണം എന്നൊരാഗ്രഹമാണ്. വരും, വരാതെ എവിടെ പോയാൽ. ഒന്നുമില്ലാതിരുന്ന് 3 MLA കിട്ടിയിട്ട്, കോർപ്പറേഷൻ കിട്ടിയിട്ട്, പല പഞ്ചായത്ത് കിട്ടിയിട്ട്, മെമ്പർമാർ കിട്ടിയിട്ട്. മുമ്പൊരു BJPയിലൊരു മെമ്പറായിട്ട് നിൽക്കാൻ പറഞ്ഞ ആളില്ലായിരുന്നു. ഇപ്പോൾ മത്സരിച്ചില്ലേ നിൽക്കുന്നത്. വരും. നല്ല നല്ല നേതാക്കന്മാർ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അഴിമതിയില്ലാത്ത നല്ല നേതാക്കന്മാരുണ്ട്. പിന്നെ ഏതെങ്കിലും 1-2 ക്രിമികളൊക്കെ കാണും, എല്ലായിടത്തും ഉണ്ടല്ലേ, അതുപോലെ കാണും. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ സംഘടനയ്ക്ക് ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ രീതിക്ക് പൊയ്ക്കോളും. ശരി, ഞാൻ ഇന്നത്തേക്ക് ഇത് നിർത്തുന്നു. വേറെ എന്തെങ്കിലും വീഡിയോ ആകുമ്പോൾ ചെയ്യാം. നമസ്തേ.